പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ ക്രിഷ്. മാത്രവുമല്ല, എത്രയും പെട്ടെന്ന് തന്നെ മാനസികമായുള്ള വിവാഹം മുടക്കണമെന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. കൃഷിൻ്റെ വീട്ടിലേക്ക് വരുന്ന കൺമണി തൻ്റെ വിവാഹം നടക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ്. താൻ ഇന്ന് അമ്പലത്തിലേക്ക് പോയപ്പോൾ ഒരാളെ കണ്ടുവെന്നും അദ്ദേഹം പറഞ്ഞതെല്ലാം അതുപോലെ നടന്നിട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് മാനസ എന്താണ് സംഭവമെന്ന് ചോദിക്കുന്നു. പണ്ട് ഒരു തവണ ഇയാളെ കണ്ടപ്പോൾ ഇദ്ദേഹം തൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടാകും എന്ന് തന്നോട് പറഞ്ഞിരുന്നു. അപ്പോഴാണ് തനിക്ക് ജോലി കിട്ടിയതും പിന്നെ ഇവിടേക്ക് വന്ന് മാനസികമായുള്ള സൗഹൃദമെല്ലാം തുടങ്ങിയതും. ഇതിന് ശേഷം വീണ്ടും ഇന്നുകൂടി കണ്ടു അമ്പലത്തിൽ വെച്ച്. അപ്പോൾ തൻ്റെ ജീവിതത്തിലേക്ക് പുതിയൊരാൾ വരും എന്നുള്ള കാര്യം അറിയിക്കുകയാണ് ചെയ്തത്. തൻ്റെ വിവാഹാലോചനയുടെ കാര്യത്തിലും ഒരു തീരുമാനം ആയിരിക്കുകയാണ്. തൻ്റെ ചേട്ടൻ മടങ്ങി വന്നിരിക്കുകയാണ്. ആൾ തനിക്ക് വേണ്ടി ഒരു ചെക്കനെ കണ്ടെത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ ആള് പെണ്ണ് കാണുന്നതിനായി വരുന്നുമുണ്ട്. ഇത് വെച്ച് നോക്കുകയാണ് എങ്കിൽ തൻ്റെ വിവാഹം ഉടനെ തന്നെ നടക്കും എന്ന് തന്നെയാണ് താൻ കരുതുന്നത്. ഇതോടെ പുതിയ മാറ്റങ്ങൾ തൻ്റെ ജീവിതത്തിലേക്ക് വരികയും ചെയ്യും. ഞാൻ അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷത്തിലാണ് ഇന്ന്. ഇത് കേൾക്കുന്ന മാനസ അതൊരു നല്ല കാര്യം തന്നെയാണ് എന്നും അത് വളരെ സന്തോഷകരമായ കാര്യമായതിനാൽ നമുക്ക് ആഘോഷിക്കണമെന്ന് പറയുകയും ചെയ്യുന്നു. ചെക്കൻ്റെ ഫോട്ടോ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇപ്പോൾ തൻ്റെ കയ്യിലില്ല എന്ന് വ്യക്തമാക്കുന്ന കൺമണി, ചേട്ടൻ ആണ് ചെക്കനെ കണ്ടിട്ടുള്ളത്, ഞാൻ കണ്ടിട്ടില്ല. ചേട്ടൻ എനിക്ക് വേണ്ടി നല്ലത് മാത്രമേ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ചേട്ടനോട് ഇതേപ്പറ്റിയൊന്നും ചോദിച്ചിട്ടുമില്ല. അടുത്ത ഞായറാഴ്ച പെണ്ണ് കാണാൻ വരുമെന്നാണ് ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനും വളരെയധികം പ്രതീക്ഷയോടെയാണ് ഇരിക്കുന്നത് എന്ന് കൺമണി മാനസയെ അറിയിക്കുന്നു. ഇത് കേൾക്കുന്ന മാനസ തൻ്റെ പദ്ധതികൾ പാളിപ്പോകുമോ എന്ന് ഭയപ്പെട്ടിരിക്കുകയാണ്. ഇവളെ ഉപയോഗിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി തനിക്ക് നേടാനുണ്ട്. ഇവൾ വിവാഹം കഴിഞ്ഞ് പോവുകയാണ് എങ്കിൽ അതൊന്നും നേടിയെടുക്കാൻ എനിക്ക് സാധിക്കുകയുമില്ല. മാത്രവുമല്ല, ഈ വീട്ടിൽ നിന്ന് തന്നെ താൻ ചിലപ്പോൾ പുറത്തായിന്ന് വരും. അതുകൊണ്ട് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന മാനസ വിവാഹം മുടക്കേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇതേ സമയം പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുന്ന കൃഷാകട്ടെ അവളുടെ വിവാഹത്തിൻ്റെ കാര്യത്തെപ്പറ്റി അറിയാനിടയായിരിക്കുകയാണ്. ഉടൻ തന്നെ മഹിയെ ഫോൺ ചെയ്ത് പെണ്ണ് കാണൽ ചടങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങളെപ്പറ്റി അറിയിക്കുന്നു. ഇത് കേൾക്കുന്ന മഹി പെണ്ണ് കാണൽ ചടങ്ങുകൾ നടന്നോട്ടെ എന്നും, പക്ഷേ വിവാഹം ഉറപ്പിക്കുകയാണ് എങ്കിൽ അത് നിന്റെ കണക്ക് കൂട്ടലിന് തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് അറിയിച്ചിരിക്കുകയാണ്. അവളുടെ ജാതകദോഷം മുതലെടുത്ത് വേണം മാനസിയെ നിന്റെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കാൻ. അവൾ നിന്റെ കൂടെ ഇല്ല എങ്കിൽ ഇതൊന്നും നടക്കുകയില്ല എന്നുമുള്ള കാര്യം മറക്കരുത് എന്ന് പറയുകയും ചെയ്യുന്നു. എന്തായാലും ഇപ്പോൾ കൺമണിയുടെ അടുത്തേക്ക് തനിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവിടെ മാനസ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാനസയെ ഒഴിവാക്കലാണ് ഇപ്പോൾ ഏറ്റവും വലിയ തലവേദന. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് വ്യക്തമാക്കുകയാണ് കൃഷ്. ഇതേ സമയം ആൻറ്റിയമ്മയും ഈ വിവാഹാലോചനയുടെ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ചതുപോലെ അവളെ ഉപയോഗിക്കാൻ സാധിച്ചില്ല എങ്കിൽ അവളോടുള്ള ഈ സൗഹൃദം വേസ്റ്റാണ് എന്നും
അവളെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരികയാണ് വേണ്ടത് എന്ന് പറയുകയും ചെയ്യുന്നു. അതിന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കൃത്യമായ നീക്കങ്ങൾ ഇനി നടത്തിയാൽ മാത്രമേ ആ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുമുള്ളൂ. അത് ശരി തന്നെയാണ് എന്ന് പറയുന്ന മാനസ, പക്ഷേ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ലാത്തതാണ് ഇപ്പോൾ തൻ്റെ പ്രശ്നമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. മാത്രവുമല്ല, കൃഷാണെങ്കിൽ ഇപ്പോൾ ഓഫീസിലേക്ക് പോകാതെ കൺമണിയോട് സൗഹൃദം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമവും നടത്തുന്നുണ്ട്. അത് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല. പക്ഷേ ഒന്നും ഇപ്പോൾ പറയാൻ പറ്റാത്ത അവസ്ഥയായതിനാൽ ഞാനതെല്ലാം കണ്ടില്ല എന്ന് നടിക്കുകയാണ്. അതല്ല, നീ ഇപ്പോൾ ചെയ്യുന്നത് എന്താണോ അതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. വെറുതെ കൃഷിൻ്റെ പേരിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ നിനക്ക് ലഭിക്കേണ്ട അംഗീകാരവും മറ്റു കാര്യങ്ങളുമാണ് നഷ്ടപ്പെടാൻ പോകുന്നത് എന്നുള്ള കാര്യം നീ മറക്കാതിരിക്കുക. അതുകൊണ്ട് ഇപ്പോൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുകയാണ് വേണ്ടത്. ഇതേസമയം ധനലക്ഷ്മിയാകട്ടെ പൈസ ചെലവിൻ്റെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ്. എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടക്കിയാലേ തനിക്കും ഉപകാരമുള്ളൂ എന്ന് മനസ്സിലാക്കുകയാണ് ധനലക്ഷ്മി. ഇല്ലെങ്കിൽ തൻ്റെ ഭാഗത്തു നിന്നും ഒരുപാട് പൈസ ചിലവാകുമെന്നും അത് ഒരിക്കലും തിരികെ ലഭിക്കുകയില്ല എന്നും ധനലക്ഷ്മി തിരിച്ചറിയുന്നു. മനോജ് അറിയാതെ വേണം ഈ കാര്യങ്ങളെല്ലാം മുന്നിലേക്ക് കൊണ്ടുപോകാൻ. മനോജേട്ടൻ അറിയുകയാണ് എങ്കിൽ തനിക്കും തിരിച്ചടിയാകും. അതുകൊണ്ട് തന്നെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്ന ധനലക്ഷ്മി ഇവളുടെ ജാതകദോഷം മൂലം വിവാഹം മുടങ്ങിയാൽ മതിയായിരുന്നു എന്ന് ആശ്വസിച്ചിരിക്കുകയാണ്. പക്ഷേ പെണ്ണ് കാണാൻ വരുമ്പോഴാണ് പുതിയൊരു വഴിത്തിരിവ് കൺമണിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇത് കൺമണിയുടെ ജീവിതമാകെ മാറ്റിമറിക്കുകയും ചെയ്യാൻ പോവുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.